അടുത്തതായിട്ട് മുഖ്യപ്രഭാഷണത്തിനായിട്ട് നമ്മൾ കാതോർത്ത് നിൽക്കുന്ന പട്ടണത്തിൻ്റെ ചരിത്രപുരുഷനായി മാറിയ ശ്രീ സെൽവകുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Respected Chair, Professor Vijayakumar and Dr.V.Venu and Padmasree K.K.Mohammad and Srimati K.R. Sona and Dr.George Alex, C.R. Wilson and Professor George Menacheri and other dignitaries and Joseph John Kitra. In fact, I am very happy to be associated with Kerala Historical Research Society because way back in 2004 and 3 I was associated with their exhibition on Pattanam. At that time Pattanam was in the initial stage. They really brought out the importance of Pattanam and that really contributed to the further research. So before that I will briefly talk about Dr. K.K. Mohammad. I know him, actually I met him in Madras in 1989, 87 to 89 I was in Madras University. I used to go to Archaeological Survey of India and he used to be very busy with his work and I used to observe right from that time. He's very humble and his contribution is really immense for not only for the archaeology of Kerala, for the entire India, mainly in conservation and heritage management. And Srimati Sona, I met her again in 95 when Professor Vimla Begley, who excavated Arikapedu, wanted to explore and identify Musris along with our friends Shahjan and Rajan Chedambar. We met her at the Thrissur Museum. She was very helpful in looking at the collections, and also Professor George Alex. I have met him as part of this Kerala Historical Research Society. So I think they have made really immense contribution. That is why we are talking and we are appreciating. And this effort of Kerala Historical Research Society is very important. Nowadays in archaeology we talk about outreach, public outreach. അതായത് പ്രൊഫഷണൽസ് അവർ അവയർനെസ് ആർക്കിയോളജിയെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുന്നത് ഒരു തീരെ ഇമ്പോർട്ടൻറ്റ് ഒരു ഫാക്ടറാണ്. കാരണം നമുക്ക് ഒരുപാട് ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പ്രബന്ധങ്ങൾ വായിച്ചിട്ട് തീസിസ് ഉണ്ടാക്കിയാൽ മറ്റും പോരാ. വി ഹാവ് ടു പ്രിസർവ് അവർ റിസോഴ്സസ്, കൾച്ചറൽ ഹെറിറ്റേജ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് റീസെൻ്റ് ആയിട്ടുള്ള പീരീഡിൽ ഈ ഹെറിറ്റേജ് മാനേജ്മെൻറ്റ്, ഹെറിറ്റേജ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഡിസിപ്ലിനാണ്. കാരണം നമുക്ക് ആർക്കിയോളജി, ഹിസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പ്രൈം ഫോക്കസ് റിസർച്ച് മാത്രമാണ്. പക്ഷേ ഹെറിറ്റേജ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു കൺസർവേഷൻ, പബ്ലിക് ഔട്ട്റീച്ച്, ആർക്കിയോളജി ഫോർ ഡെവലപ്മെൻറ്റ്. ശരിക്കും നമുക്ക് ആർക്കിയോളജിയെ നമുക്കൊരു റിസോഴ്സായിട്ട് കാണുന്ന ഒരു അപ്രോച്ച് വേണം. കാരണം എല്ലാ സ്ഥലത്തിലും ഇന്ത്യയിലെ ആർക്കിയോളജീനെ ഒരു വാല്യുബിൾ റിസോഴ്സായിട്ട് ആരും കാണുന്നില്ല. അതാണ് ഒരു പ്രശ്നം. അതിൽ ഫണ്ടമെൻ്റലായിട്ട് നമുക്കൊരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് വേണം. കാരണം ആർക്കിയോളജി ഒരു റിസോഴ്സാണ്. അതിനെക്കൊണ്ട് നമുക്ക് ഒരുപാട് ലോക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സാധിക്കാൻ കഴിയും. ലോക്കൽ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, സപ്ലിമെൻ്ററി സോഫ്റ്റ് ടൂറിസം. ശരിക്കും നമുക്ക് ടൂറിസം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് അതിൽ പ്രശ്നമുണ്ട്. ബ്ലൈൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇസ് നോട്ട് വെരി ഗുഡ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് എക്കോളജിക്കൽ ഡാമേജ്, ഒരുപാട് പ്രശ്നമുണ്ട്. ആ സിറ്റുവേഷനിൽ നമുക്ക് ഒരു സോഫ്റ്റ് ടൂറിസം, മോഡറേറ്റ്, അതായത് ചില ടൂറിസ്റ്റ് സ്ഥലത്തിനെ നമുക്ക് ആർക്കിയോളജിയെ കൊണ്ട് ഒരു മ്യൂസിയം ഉണ്ടാക്കുന്നത്
ചില ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ കേരള മറ്റേ മുസ്രീസ് ഹെറിറ്റേജ് പ്രോജക്റ്റ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റാണ്. അതുപോലെ ആർക്കിയോളജീനെ വലിയ പവറുണ്ട്. ഇപ്പോൾ ആർക്കിയോളജി എന്ന് പറയുന്ന സമയത്ത് ഇതിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ കൾച്ചർ, കാണുന്ന അവശിഷ്ടങ്ങൾ, അത് അതിന് ഒരു പവർഫുൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. കാരണം നമുക്ക് ടെക്സ്റ്റിന് റെക്കോർഡ്സിന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിമിറ്റ് വേറെയാണ്. നമുക്കതിനെ ആർക്കൈവിൽ മാത്രം കാണാൻ കഴിയും. ഇപ്പോൾ ആർക്കിയോളജി എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് റെക്കോർഡ്. എല്ലാ വില്ലേജിൻ്റെ താഴെയും ഒരു ആർക്കിയോളജിക്കൽ റെക്കോർഡുണ്ട്. അപ്പോൾ അത് ആ വില്ലേജിൻ്റെ ആ ഗ്രാമത്തിൻ്റെ ഹിസ്റ്ററിയാണ് അവിടെ കാണുന്നത്. അതിനെ നമുക്ക് എക്സ്കവേറ്റ് ചെയ്ത് കുഴിച്ചെടുക്കുന്ന സമയത്ത് അതിനെക്കൊണ്ട് ഒരുപാട് നമുക്ക് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാം, ഹെറിറ്റേജ് എഡ്യൂക്കേഷൻ ചെയ്യാം, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ടാണ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ആർക്കിയോളജി ആൻഡ് സൊസൈറ്റി, ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എനിക്ക് കൊടുത്ത ടോപ്പിക് കോറിഡോർസ് ബിറ്റ്വീൻ ആർക്കിയോളജി ആൻഡ് ഹിസ്റ്ററി. ഒരുപാട് നമുക്ക് ഹിസ്റ്ററിയെക്കുറിച്ച് എല്ലാ സ്ഥലത്തിലും, ഇന്ത്യയിലെ എല്ലാ കോളേജസിലും ഹിസ്റ്ററി കോഴ്സസ് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എക്കണോമിക്സിന് അടുത്ത് ആർക്കിയോളജിയിലാണ് കൂടുതൽ ഗ്രാജുവേറ്റ്സ് വരുന്നത്. ഇപ്പം എങ്ങനെയാണ് നമുക്ക് ഹിസ്റ്ററി കോഴ്സസ് കൺസീവ് ചെയ്യുന്നത്? അതിൽ തന്നെ ഒരുപാട് പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ ഹിസ്റ്ററിയിൽ നമുക്ക് കൂടുതൽ ചെയ്യേണ്ടത് സോഷ്യൽ ഹിസ്റ്ററിയാണ്. ഒരുപാട് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് എല്ലാ സ്ഥലത്തിലും നമുക്ക് വായിക്കുന്നത്. ആ ട്രെൻഡ് 1960 മാറി. പക്ഷേ നമുക്ക് ഇനി കൂടുതൽ ആർക്കിയോളജിക്കൽ ഹിസ്റ്ററി, എൻവയറോൺമെൻറ്റൽ ഹിസ്റ്ററി, ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി, അത് നമുക്ക് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ആർക്കിയോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ആ ഡിഫറൻസ് നമുക്ക് മാറ്റിക്കഴിയണം. അതൊരു ഫണ്ടമെൻ്റൽ പ്രോബ്ലമാണ്. ഇത് ഒരു കൊളോണിയൽ കൺസ്ട്രക്റ്റ് എന്ന് പറയാം. ആ പീരീഡിലാണ് നമുക്ക് ഈ ആർക്കിയോളജിയും ഹിസ്റ്ററിയും അങ്ങനെ ഒരു സെപ്പറേറ്റ് ഫീൽഡായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വി ഷുഡ് വിഷ്വലൈസ് ആർക്കിയോളജി ആസ് ആർക്കിയോ ആന്ത്രപ്പോ ഹിസ്റ്ററി. ശരിക്കും അങ്ങനെ ഒരു യൂണിഫൈഡ് ആയിട്ട് നമുക്ക് കാണേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് ഹിസ്റ്ററിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാ സ്കൂളിലും നമുക്ക് നോക്കിയാൽ, സ്കൂളിലും കോളേജിലും നോക്കിക്കഴിഞ്ഞാൽ ഈ ആർക്കിയോളജി സിലബസിൽ തന്നെ ഒരുപാട് പ്രശ്നമുണ്ട്. ഈ സിലബസിൽ തന്നെ ഒരുപാട് അതിനെ നമുക്ക് കൃത്യമായിട്ട് മാറ്റണം. കാരണം ഈ സിലബസ് എല്ലാം നേരോ ഫോക്കസ്ഡ് ആണ്. അതിൽ ഒരിക്കലും നമുക്ക് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവ്സ് ഇല്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പം അവിടെയാണ് നമുക്ക് ഒരുപാട് ചേഞ്ച് വേണ്ടത്. ഇവിടെയാണ് ഈ ഫ്രാഗ്മെൻറ്റേഷൻ ഇൻ ദ സ്റ്റഡീസ് ഓഫ് പാസ്റ്റ്. കടന്ന കാലത്തെക്കുറിച്ച് ഒരുപാട് സോഴ്സസ് ഉണ്ട്. ആ ഒவ்வொரு സോഴ്സെയും ഇങ്ങനെ നമുക്ക് തിരിച്ച് ഹിസ്റ്ററി, ആർക്കിയോളജി, ആന്ത്രപ്പോളജി, ഫോക്ലോർ, എത്നോഗ്രാഫി, ലിറ്ററേച്ചർ, ഹെറിറ്റേജ് സ്റ്റഡീസിനെ ഇങ്ങനെ ഫ്രാഗ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ കോഴ്സസ് MA ഇൻ ആർക്കിയോളജി, MA ഇൻ ഹിസ്റ്ററി, ആന്ത്രപ്പോളജി അങ്ങനെ ചെയ്യുന്ന സമയത്ത് വി ആർ റിയലി ലൂസിങ് ദ കംപ്ലീറ്റ് പിക്ചർ. അവിടെയാണ് നമുക്ക് വി ഹാവ് ടു കൺസീവ് ആർക്കിയോ ആന്ത്രപ്പോളജി, ആർക്കിയോ ആന്ത്രപ്പോ ഹിസ്റ്ററി. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഡീകലോണൈസേഷൻ, അതായത് കൊളോണിയൽ പീരീഡിൻ്റെ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി ഒരു സ്ട്രോങ് ഫാക്ടറാണ്. ഈ കൊളോണിയൽ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററിയെക്കുറിച്ച് നമുക്ക് റിസർച്ച് ചെയ്യേണ്ടതാണ്. കാരണം ഈ ആർക്കിയോളജിയുടെ പുരാതത്വ ശാസ്ത്രത്തിൻ്റെ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ടാക്കുന്നത് ഈ കൊളോണിയൽ പീരീഡിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി സിലബസ് എല്ലാം നമുക്ക് മാറ്റണം. ഇതായിട്ട് നമുക്ക് ഹിസ്റ്ററി മാത്രമല്ലാതെ നമുക്ക് ഉറപ്പായിട്ട് ഹെറിറ്റേജ് സ്റ്റഡീസ്, ഫോക്ലോർ ഇതെല്ലാം നമുക്ക് സിലബസിൻ്റെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഹിസ്റ്ററി പാസ്റ്റിനെ കുറിച്ച് ഒരു ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് നമുക്ക് എത്താൻ കഴിയും. രണ്ടാമത്തെ കാര്യം, നമുക്ക് എല്ലാ സ്ഥലത്തിലും വായിക്കുന്നത് ഈ ഗ്ലോബൽ ഹിസ്റ്ററി അങ്ങനെ ഒരു കാര്യമില്ല. എല്ലാ സ്ഥലത്തും നമുക്ക് വായിക്കുന്നത് വി സ്റ്റഡി ഓൺലി നാഷണൽ ഹിസ്റ്ററി ആർ റീജിയണൽ ഹിസ്റ്ററി. ഇതിലും ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യയുടെ ഹിസ്റ്ററിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ വി ഷുഡ് സ്റ്റഡി ഏഷ്യൻ ഹിസ്റ്ററി. നമുക്ക് പട്ടണത്തെ തന്നെ നോക്കിയാൽ അറിയാം. മുസ്ലിംസിൻ്റെ ഒരു കണക്ടിവിറ്റി എന്ന് പറയുന്നത്
ഈസ്റ്റ് ആഫ്രിക്കയിലിരുന്ന് ജപ്പാൻ വരെ ഉണ്ടായിരുന്നു. ജപ്പാനിലുള്ള ചില ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് നമുക്ക് കേരളത്തിൽ കാണുന്നു, ചില സ്ഥലത്തുണ്ട്. അതുപോലെ ഈ കണക്ടിവിറ്റിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വി ഷുഡ് സ്റ്റഡി ഗ്ലോബൽ ഹിസ്റ്ററി. എല്ലാ സ്ഥലത്തിലും ഇങ്ങനെയാണ് ആകുന്നത്. ഇപ്പോഴത്തെ കേരളത്തിലുള്ളവർ അവർ കേരള ഹിസ്റ്ററി മാത്രം വായിക്കും, തമിഴ്നാട്ടിലുള്ളവർ ചോഴ ഹിസ്റ്ററി മാത്രം പഠിച്ചെടുക്കും, കർണാടകത്തിലുള്ളവർ ചാളുക്യ രാഷ്ട്രയുടെ ഹിസ്റ്ററി. ഇപ്പോൾ ഇതൊരു ഹിസ്റ്ററി ടീച്ചിങ്ങിൽ അതൊരു പ്രശ്നമാണ്. നമുക്ക് ഈ ഹിസ്റ്ററി ഓഫ് ആഫ്രിക്ക, വൈ വി ആർ നോട്ട് സ്റ്റഡിങ് ഹിസ്റ്ററി ഓഫ് ആഫ്രിക്ക, ആഫ്രിക്കയെ ഒരുപാട് എല്ലാവരും ദേ കെപ്റ്റ് ഇറ്റ് അസൈഡ്. അതുകൊണ്ട് നമുക്ക് സിലബസിൽ ഈ ഇന്ത്യൻ ഓഷൻ ഹിസ്റ്ററി ഓർ ഐ കൺസീവ് ഇറ്റ് ആസ് ആഫ്രോ യൂറേഷ്യൻ വേൾഡ്. നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ എൻറ്റിറ്റിയാണ്. നമുക്ക് ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി അതുപോലെ പ്രാചീന ഹിസ്റ്ററി വായിക്കണമെങ്കിൽ വി ഹാവ് ടു സ്റ്റഡി ഫ്രം എ ഗ്ലോബൽ ഹിസ്റ്ററി. അവിടെയാണ് നമുക്ക് ആഫ്രോ യൂറേഷ്യൻ ഹിസ്റ്ററി അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് വേണം. ആ പെർസ്പെക്റ്റീവിലാണ് നമുക്ക് മുസ്ലിംസിന് പറയുന്ന ഒരു സ്ഥലം വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി മാത്രം നമുക്ക് വെച്ചിട്ട് മുസ്ലിംസിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഗ്ലോബൽ കണക്ടിവിറ്റിയും ഇൻട്രാക്ഷനും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തതായിട്ട് പറയുന്നത് ലോക്കൽ ഹിസ്റ്ററി. ലോക്കൽ ഹിസ്റ്ററി ഈസ് തീരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ ഒരുപാട് നമുക്ക് ആർക്കിയോളജി കൊണ്ട് ലോക്കൽ ഹിസ്റ്ററി അറിയാൻ കഴിയും. കാരണം ഓരോരോ വില്ലേജിൻ്റെ അടുത്തും ഒരുപാട് നമുക്ക് ആർക്കിയോളജിക്കൽ റെക്കോർഡ്സ് ഉണ്ട്. അപ്പം അതിനെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യണം. അത് റീകൺസ്ട്രക്ട് ചെയ്യാതെ നമുക്ക് ഒരു റീജിയണൽ ഹിസ്റ്ററി അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഓറൽ ട്രഡീഷൻസ്, ലിറ്ററേച്ചർ, ആർക്കിയോളജി എല്ലാം തീരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കൊണ്ട് നമുക്ക് ചില മ്യൂസിയംസ് അതുപോലെ ഹെറിറ്റേജ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ആർക്കിയോളജിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം അതിനെ നമുക്ക് പ്രൊഫഷണൽ മാത്രം നമുക്ക് അതിനെ ആർക്കിയോളജിക്കൽ റിസോഴ്സിനെ കൺസേർവ് ചെയ്യാൻ പറ്റില്ല. കാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി മാത്രം അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ആർക്കിയോളജിക്കൽ സൈറ്റ്സെയും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല. ആ സ്ഥലത്തിലാണ് നമുക്ക് കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി, മറ്റ് കോളേജസ്, മറ്റ് പബ്ലിക് അവരുടെ പാർട്ടിസിപ്പേഷൻ തീരെ ആവശ്യമാണ്. ഇവിടെയാണ് നമുക്ക് ഈ ഹെറിറ്റേജ് മാനേജ്മെൻറ്റ്, ഹെറിറ്റേജ് സ്റ്റഡീസിന് ഒരു ബ്രാഞ്ച് വേണ്ടത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കോളേജസ്. നോട്ട് ഓൺലി വി ഷുഡ് ഫോക്കസ് ഓൺലി ഓൺ ആർക്കിയോളജി, ഹെറിറ്റേജ് മാനേജ്മെൻറ്റ്, കൺസർവേഷൻ. അതുപോലെ നമുക്ക് വി നീഡ് ഇന്നോവേറ്റീവ് തിങ്കിങ്. എങ്ങനെയാണ് ഹൗ ക്യാൻ വി ഡെവലപ്പ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് മോണ്യുമെൻറ്റ്സ് ആസ് എ സപ്ലിമെൻറ്റ് ടു ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. എങ്ങനെയാണ് ഒരു ലോക്കൽ ഡെവലപ്മെൻറ്റിനെ ആർക്കിയോളജീനെ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഡോക്ടർ വേണു പറഞ്ഞവിടെ മ്യൂസിയംസ് നീഡ് ടു ബി റീഡിഫൈൻഡ്. നമ്മുടെ മ്യൂസിയം എല്ലാത്തിലും ഒരുപാട് പ്രശ്നമുണ്ട്. മ്യൂസിയംസിനെ നമുക്ക് ഒരു ഹെറിറ്റേജ് എഡ്യൂക്കേഷൻ സെൻറ്ററായിട്ട് കൺസീവ് ചെയ്യണം. അത് ഇല്ലാതെ നമുക്ക് വെറുതെ ചില ഒബ്ജക്ട്സിനെ അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും വി ആർ നോട്ട് ടെല്ലിങ് എനി സ്റ്റോറി. അതാണ് ഡോക്ടർ വേണു പറഞ്ഞത്, ദാറ്റ് വി നീഡ് ടു റീഡിസൈൻ അവർ മ്യൂസിയം. രണ്ടാമത്തെ കാര്യം, മ്യൂസിയംസ് ഒരുപാട് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഉണ്ടാക്കണം. അതിന് മെയിൻലി ഫോർ സ്കൂൾ ചിൽഡ്രൻ ആൻഡ് കോളേജ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വി നീഡ് ടു നെറേറ്റ് ലോക്കൽ ഹിസ്റ്ററി ത്രൂ ദ മ്യൂസിയം. ഇപ്പോൾ ഒരു സ്ഥലത്തിലും എൻ്റെ ഒരു അറിവിൽ ഇന്ത്യയിലെ ഒരു മ്യൂസിയമും ഫ്രം കാശ്മീർ ടു കന്യാകുമാരി ഓർ ഗുജറാത്ത് ടു അരുണാചൽ പ്രദേശ് ഒരു കംപ്ലീറ്റ് നെറേറ്റീവ് പറയുന്ന ഒരു പ്രോപ്പർ മ്യൂസിയം ഞാൻ കണ്ടിട്ടില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇപ്പം എല്ലാ മ്യൂസിയത്തിലും ഒരുപാട് ഒബ്ജക്ട്സ് വെക്കും, ബട്ട് ദേ ഡോണ്ട് ടെൽ എ സ്റ്റോറി. അവിടെയാണ് ഒരു പ്രശ്നം. ഇപ്പം മ്യൂസിയം ഇങ്ങനെ ഒരു നമുക്ക് നെറേറ്റീവ് ഹിസ്റ്ററി അവിടെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ എൻ അട്രാക്റ്റീവ് ഫാഷൻ, അത് നമുക്കൊരു സ്കൂൾ കരിക്കുലത്തിന് ഇറ്റ് ക്യാൻ ബി സപ്ലിമെൻറ്റഡ്. വി നെവർ തിങ്ക് that museum can supplement school or college curriculum. Adana prashnam. We basically, as I said, we fragmented knowledge. Like archaeology, history, folklore, literature. History students never study Kerala. How many history course in Kerala has Malayalam literature or really literature as in their syllabus? How many history students study Arthasastra, the original text? So this is some of the problem with our university courses, and we should conceive these museums as an extension of school curriculum. And also this is where
public outreach is very important. In the context of Kerala also, I have not seen any museum in Kerala that present a complete narrative of history, except there is one in Ernakulam. But still, I think we need to conceive, it is not just a museum of Thrissur district, it should present Thrissur history in a narrative fashion. So that it is not only keeping an object. So we need to conceive something more, and in the context of Kerala, I think tourism can be utilized to bring forth archaeology, but with careful and critical approach, what I describe as soft tourism. And I think this is very important, and these are some of the points that I wanted to make. And again, the Kerala Historical Research Society can do a lot of things. Actually, my Deccan College colleague, Dr. Beena Thomas, our Trivandrum Heritage Walk Trivandrum ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ Kerala Historical Research can really contribute create a heritage walk program once in a month. We also, Tamil Muslim, we are doing, we go and meet people one Sunday in a month in the morning. We go to visit a monument and we explain it to the student. അതുപോലെ തന്നെ ഇവിടെയും അത് ചെയ്യണം. If you കാരണം I have said we have been studying about the development of archaeology. Kerala Historical Research Society is the earliest one, as I know, to involve in these kind of awareness programs. Now after 2000, many institutions are doing this heritage walk program. I think if you organize more heritage walk program, it can really help. And recently there are several groups, mainly we can use WhatsApp for many other development. There can be a focused epigraphy workshop. Actually, there are not many students who can study epigraphy. There are many students who cannot do archaeology. So your center, you need not wait for government institution. Kerala Historical Research Society can start 2 days workshop on epigraphy, Indian epigraphy. 2 days workshop on archaeology by inviting people. In Tamil Nadu, there are people doing. I have also gone and attended some of them, made presentation. And also I was part of the school textbook. If you can download, if you see Tamil Nadu government's 9th and 11th textbooks, we have tried to introduce archaeology. So this kind of workshop, this Kerala Historical Research Society can do it for college teachers, because many of the college teachers do not have exposure to archaeology, epigraphy, numismatics. Similarly, for the school teachers, mainly this can be done in the summer, and for the PhD students. These kind of supplementary program, as I said, in many universities, these exams and other teachings, they are very weak. Many universities and colleges, I think these kind of supplementary. So we need to empower the students as well as the teachers by giving accurate knowledge, or accurate, like we have Dr. Mohammad, who could be utilized for making these kind of focused workshop. In a year, we should make at least 2 workshop or 3 workshop covering different topics, and this can really help. And again, this is what we are suggesting for Tamil Nadu Archaeology Department. We are also collaborating with the Tamil Nadu Archaeology Department. See, this Archaeology Department can offer internship to the students, mainly to undertake explorations, and they can also offer, I think already they are offering funds for seminars and all. I think this kind of outreach programs can really help. If we just do research and publish, that is not enough. We have to do outreach. Awareness create among the school children, college children, and school teachers and college teachers. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് we can protect and create awareness about our heritage. അതുകൂടാതെ we can't expect only the state archaeology or central government will do everything. In that way, I think Kerala Historical Research Society is doing excellent job. I wish my best wishes to them for continuing this research, and especially for organizing focused workshop to empower school children, college children,
and school teacher, college teacher on epigraphy, numismatics, or any other specific studies by inviting experts. I think I am really fortunate to meet all these scholars, and I have met Dr. Mohammad long back, so I nice to meet him, and especially such a person who has done excellent job in the conservation of Indian heritage.